നമസ്കാരം സാർ. യൂറോപ്പ് മലയാളിക്ക് അനുവദിച്ച ഈ അഭിമുഖത്തിന് നന്ദി. രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെന്റ് വേണ്ടേ? ഒരു നിശ്ചിത പ്രായത്തിന് ശേഷം ഒരു 70-75 വയസ്സ് റിട്ടയർമെന്റ് ആവശ്യമാണോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇതൊരു തൊഴിലെന്നുള്ള തരത്തിലല്ല, ജനസേവനം എന്നുള്ള തരത്തിലാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ആളുകൾ. അപ്പൊ ജനങ്ങളുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തനം നടത്താൻ ശാരീരികമായി ബുദ്ധിപരമായി ശേഷിയുള്ളിടത്തോളം കാലം പ്രവർത്തനം ചെയ്ത് തന്നെ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരാൾ തുടർന്നും സജീവമായി പൊതുപ്രവർത്തന രംഗത്ത് വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം പൊതുപ്രവർത്തന രംഗത്ത് തുടരുക എന്നുള്ളതാണ് പൊതു ലോകത്തെല്ലാം നമ്മൾ കണ്ടുവരുന്നത്. ഇങ്ങനെ പറയുമെങ്കിൽ ചില പ്രത്യേകതരം ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ പൊതുപ്രവർത്തകർ സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് അഭികാമ്യം എന്നൊരു അഭിപ്രായം ലോകത്ത്. ഇപ്പോൾ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ രാഷ്ട്രത്തിൻ്റെ നേതൃത്വ ചുമതലയായിട്ടുള്ള പ്രസിഡന്റ് പദവി അത് ഭരണഘടനാപരമായി തന്നെ 2 തവണയെ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥ. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പലതിലും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ സോവിയറ്റ് യൂണിയനില്ല ദീർഘകാലം ജീവിതകാലം മുഴുവൻ നേതൃത്വത്തിൽ തുടരുന്ന പോലുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു. ലെനിന് ദീർഘകാലം ഇരിക്കാൻ പറ്റിയില്ല. 1917 വിപ്ലവം കഴിഞ്ഞു. 1924 ലെനിൻ മരിച്ചു. രാഷ്ട്ര തലവനായിട്ട് 4-7 വർഷമേ ലെനിൻ ഇരിക്കാൻ പറ്റും. എന്നാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളിലും ഒരു നിശ്ചിത കാലഘട്ടം നേതൃത്വത്തിൽ ഇരുന്നാൽ മതി എന്നുള്ളൊരു സമ്പ്രദായം വന്നിട്ടുണ്ട്. ചൈനയിൽ പാർട്ടിയുടെ നേതൃത്വ സ്ഥാനം 2 ടേമേ ഉണ്ടാവും. പാർട്ടിയുടെ നേതാവ് തന്നെയാണ് അവിടെ പ്രസിഡന്റായിട്ട് സ്ഥാനം. അത് 2 ടേമിൽ കഴിഞ്ഞാൽ അവിടെ മാറും. അപ്പം ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങളും എത്ര കാലം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഇരിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ നിലവിൽ വരികയാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സെക്രട്ടറി സ്ഥാനം 3 ടേമിൽ കൂടുതൽ ഒരാൾ തന്നെ തുടരാൻ പാടില്ല എന്നൊരു തീരുമാനം വന്നിട്ടുണ്ട്. അത് പാലിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് പുതിയൊരാൾ വന്നു. പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം വിശാഖപട്ടണത്ത് നടക്കാൻ പോകുന്നത്. അവിടെയും പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയും സംശയരഹിതമായ കാര്യമാണ്. പാർലമെന്റ് രംഗത്ത് സാധാരണത്തിൽ 2 ടേമാണ് പാർട്ടി പൊതുവിൽ CPIM അനുവദിക്കുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട ചില നേതൃത്വസ്ഥാനത്ത് 2 ടേമിൽ കൂടുതൽ വരണം എന്നുണ്ടെങ്കിൽ അവിടെ പാർട്ടി നേതൃത്വം തീരുമാനിച്ചാൽ അങ്ങനെ വരാറുണ്ട്. പ്രായപരിധിയെ സംബന്ധിച്ചിടത്തോളം ഔപചാരികമായിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ തവണ പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കി നിലവിലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കൂടിയപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് പറഞ്ഞത് 80 വയസ്സിൽ കൂടുതലുള്ളവർ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തുടരേണ്ടതില്ല എന്നൊരു മാനദണ്ഡം പാലിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതേസമയം അന്ന് 80 വയസ്സിൽ കൂടുതലുണ്ടായിരുന്ന VS കേന്ദ്ര കമ്മിറ്റി തുടരുകയും. അതിന് കാരണം CPIM രൂപവൽക്കരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാപക നേതൃത്വ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ് CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 പേര് ഒരാളാണ്. ആ പ്രത്യേക പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് 80 വയസ്സ് കവിഞ്ഞവർ കേന്ദ്ര കമ്മിറ്റിയിൽ വേണ്ട എന്നുള്ള പൊതുതത്വം VS-ന് ബാധകമല്ല. VS തുറന്നും കേന്ദ്ര കമ്മിറ്റിയിൽ ഇരിക്കണം സ്ഥാപക നേതാവെന്നുള്ള തരത്തിൽ. അങ്ങനെയാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് VS മാറ്റം ഉണ്ടാവുന്നതാണോ? കഴിഞ്ഞ തവണ അങ്ങനെയാണ് പാർട്ടി തീരുമാനിച്ചത്. ഇത്തവണ എന്ത് വേണമെന്നുള്ളത് പാർട്ടി കോൺഗ്രസ് ആണ് തീരുമാനിച്ചത്. VS-ന് 93 വയസ്സായി. അല്ല, VS പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരൊരാളാണ് എന്നുള്ളതിൽ പാർട്ടിയുടെ ഏറ്റവും ആദരണീയമായ നേതൃത്വ സ്ഥാനത്ത് തന്നെ VS തുടരേണ്ടതാണ്. കേന്ദ്ര കമ്മിറ്റി തുടരേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇത്തവണത്തെ പാർട്ടി
കഴിഞ്ഞ കാലങ്ങളിലായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഏറ്റെടുത്ത എല്ലാ ഭാഗങ്ങളും എടുക്കുന്ന എന്തെങ്കിലും ഒരു UDF എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായ തീരുമാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാൻ തെറ്റാണ്, ആ തീരുമാനം തെറ്റായെന്ന് പറഞ്ഞാൽ കൂടി സമരങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കേരളത്തിൽ UDF ഗവൺമെന്റ് നടപ്പാക്കാൻ ഒരുമ്പെട്ട നിയമവിരുദ്ധവും ജനവിരുദ്ധവുമായിട്ടുള്ള പല തീരുമാനങ്ങളും CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നടത്തിയിട്ടുള്ള ജനാധിപത്യ സമരങ്ങളുടെ ഫലമായി തിരുത്തപ്പെട്ടു. അതായത് വിജയിച്ച സമരങ്ങൾ. ഒന്ന്, സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന നിർമ്മൽ മാധവൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ നിയമവിരുദ്ധമായി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ ഉമ്മൻചാണ്ടി ഉത്തരവിട്ടു. അതിനെതിരായിട്ട് കോഴിക്കോട് സമരം നടന്നു വന്നു. നിയമസഭയിൽ ഞങ്ങളുടെ എല്ലാം മുമ്പിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു, മുഖ്യമന്ത്രി എന്നുള്ള തലത്തിൽ ഞാൻ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, ഞാനെടുത്ത തീരുമാനമാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, മുഖ്യമന്ത്രിയാണെന്ന് വിചാരിച്ച് നിയമം ലംഘിക്കാൻ പറ്റൂ? ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അതിന് മെറിറ്റുള്ളവർക്കേ പഠിക്കാൻ പറ്റൂ. അതിന് മെറിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് നിർമ്മൽ മാധവൻ പോയി ചേർന്നത്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ചോദ്യം ചെയ്തു. അതിലേക്ക് വരികയാണ്. അപ്പം സമരങ്ങൾ പ്രതിപക്ഷത്തിന് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. വിജയിച്ച സമരമാണ് നിർമ്മൽ മാധവൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ ഉമ്മൻചാണ്ടിയുടെ തീരുമാനം തിരുത്തണമെന്നുള്ളത്. അത് തിരുത്തേണ്ടി വരും. രണ്ട്, കുടിവെള്ളം സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ഒരു തീരുമാനം UDF ഗവൺമെൻറ് എടുത്തു. അതിനെതിരായിട്ട് LDF സമരം ചെയ്തു. കുടിവെള്ളം സ്വകാര്യവൽക്കരിക്കാനുള്ള UDF ഗവൺമെൻറ് തീരുമാനത്തിൽ വിദ്യുത് ശക്തി വിതരണം അതിന് സ്വകാര്യ കമ്പനി രൂപീകരിക്കാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു. അതിനെതിരായി നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഞങ്ങൾ പൊരുതി. ആ സ്വകാര്യവൽക്കരണത്തിനെതിരായി ശ്രീ AK ബാലൻ, മുൻ വിദ്യുത് ശക്തി വകുപ്പ് മന്ത്രി, അടിയന്തര പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചു. ഭരണപക്ഷത്തുള്ളത് ഇത് അപകടമാണെന്നുള്ള തിരിച്ചറിഞ്ഞു. അന്ന് നിയമസഭ നടക്കുമ്പോൾ നിയമസഭാ മന്ദിരത്തിൽ ക്യാബിനറ്റ് യോഗം ചേർന്നിട്ട് വിദ്യുത് ശക്തി മേഖല സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിരുന്നു. ആ തീരുമാനം തിരുത്തിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കത്തയക്കാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിദ്യുത് ശക്തിയുടെ സ്വകാര്യവൽക്കരണം, കുടിവെള്ളത്തിൻ്റെ സ്വകാര്യവൽക്കരണം, സ്വാശ്രയ കോളേജിൽ പ്രവേശനം കിട്ടിയ വിദ്യാർത്ഥിയെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാനുള്ള തീരുമാനം, ഇങ്ങനെ എത്രയോ തീരുമാനങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ചില സമരങ്ങൾ ജനാധിപത്യ സമരമാണെങ്കിൽ പോലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന നിലപാട് ഉമ്മൻചാണ്ടി എടുത്തിട്ടുണ്ട്. സോളാർ വിഷയത്തിൽ നിയമസഭയിൽ 9 അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം, മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തയ്യാറായില്ല, മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്നുള്ളതിന് തയ്യാറായില്ല. അവസാനം നിയമസഭ സെക്രട്ടേറിയറ്റ് വളയുന്ന സമരത്തിലേക്ക്. അപ്പോഴും ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. 2 ദിവസം സെക്രട്ടേറിയറ്റ് അടച്ചിട്ടുകൊണ്ട് സമരത്തെ പരാജയപ്പെടുത്താനാണ് ആദ്യം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തയ്യാറായത്. 2 ദിവസം സെക്രട്ടേറിയറ്റ് പൂട്ടിയിട്ടാലും ഞങ്ങൾ സമരം ചെയ്യുന്നു വന്നപ്പോഴാണ് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്താം, സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സമരം പിൻവലിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സിറ്റിംഗ് ജഡ്ജി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അവിടെ കാര്യങ്ങൾ എത്തിച്ചത് പ്രതിപക്ഷ സമരത്തിന്റെ വിജയമാണ്. എല്ലാ സമരങ്ങളും വിജയിച്ചു എന്ന് പറയുന്നില്ല, എന്നാൽ എല്ലാ സമരങ്ങളും പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. പല സമരങ്ങളും വിജയിച്ചു. എല്ലാവർക്കും അറിയാം KM മാണിയെ അടർത്തി മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. KM മാണി മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി തന്നെ മുഖ്യമന്ത്രി പറയണ്ടേ. എനിക്കൊന്ന് സാറും അങ്ങനെ എന്തോ ഒരു അഭിപ്രായം പറയണ്ടായിരുന്നു. പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് ഇപ്പൊ KM മാണിയുടെ സ്ഥിതി, KM മാണി ഇരിക്കുന്ന അവസ്ഥ, ഈ അവസരത്തിൽ പഴയ അഭിപ്രായത്തിന് എന്താണ് പ്രസക്തി? കേരളത്തിൽ ഒരു MLA ആകാൻ പോലും യോഗ്യതയില്ല KM മാണിക്ക്. KM മാണിയിൽ രാഷ്ട്രീയ മര്യാദയുടെ എന്തെങ്കിലും അംശം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കി തന്റെ അഴിമതികൾ കൈയോടെ കണ്ടുപിടിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പൊതുപ്രവർത്തനം ഉപേക്ഷിക്കാൻ സ്വയം തയ്യാറാവുകയാണ്. അതല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മാണിയെ രാഷ്ട്രീയ രംഗത്ത് നിന്നും നിഷ്കാസനം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സമരങ്ങളുമായിട്ട് പഴയ അഭിപ്രായത്തിൽ ശരിക്കും മാറ്റമുണ്ട്. പഴയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ KM മാണി
സുദീർഘ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്. 80 വയസ്സിന് മുകളിലേക്ക് വന്നു. കേരള കോൺഗ്രസിനുള്ളിൽ കെ എം മാണിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അവസരം ലഭിക്കേണ്ടതാണ് എന്ന ശക്തമായ അഭിപ്രായം ഉയർന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പൊതുമണ്ഡലത്തിലൊരു ചർച്ച നടന്നു. അപ്പം UDF-നുള്ളിലെ രാഷ്ട്രീയമായ നിലപാടുകൾ കെ എം മാണിയെ മുഖ്യമന്ത്രിയായി അനുവദിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന തരത്തിലൊരു സംവാദമായി മാറിയപ്പോൾ കെ എം മാണിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള രാഷ്ട്രീയ പാരമ്പര്യവും കാര്യങ്ങളുമുണ്ട് എന്നുള്ള തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ UDF-നുള്ളിലെ രാഷ്ട്രീയമായ പ്രതിസന്ധിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി പ്രതിപക്ഷത്തുള്ളവർ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ബഡ്ജറ്റ് വിട്ട് കാശാക്കിയ ഒരാളാണ് പിന്നെ കെ എം മാണി എന്ന തരത്തിലുള്ള യാതൊരു വിവരങ്ങളും പുറത്തു വന്നിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഒരു പേഴ്സണൽ കുറച്ചെങ്കിലും പേഴ്സണലാണ്. ലോക്സഭാ പരാജയത്തിന്റെ പേരിൽ ഇനി നിയമസഭയിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ നിയമസഭയിൽ കുറച്ചെല്ലാം സാർ പോയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചെല്ലാം ലീവ് എടുത്തു അല്ലെങ്കിൽ മാറി നിന്നിരുന്നു. ഇപ്പൊ അത് ആ തീരുമാനം തെറ്റായി എന്നോ അല്ലെങ്കിൽ അന്ന് മാറി തോന്നലുണ്ടാവുന്നു? യഥാർത്ഥത്തിൽ അന്ന് ഉയർന്നു വന്ന വിഷയം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു ഞാനിപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന കുണ്ടറ അസംബ്ലി. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ട ഒരു വിഷയം മാത്രമായിരുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കുണ്ടറ മണ്ഡലത്തിൽ എനിക്ക് വോട്ട് കുറവാണ്. അപ്പോ മാധ്യമങ്ങളുടെ ചോദ്യം ചോദിച്ചു, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന കുണ്ടറ അസംബ്ലി മണ്ഡലത്തിലും നിങ്ങൾ പുറകോട്ട് പോയി. അത്തരമൊരു സാഹചര്യത്തിൽ ആ മണ്ഡലത്തിലെ MLA സ്ഥാനത്ത് നിങ്ങൾ തുടരുന്നത് ധാർമ്മികമായി ശരിയാണ്. ആ ചോദ്യത്തിനകത്തൊരു ധാർമ്മികതയുടെ ഘടകമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉന്നയിച്ച ചോദ്യത്തിനകത്ത് ഒരു ധാർമ്മിക പ്രശ്നം ഉൾക്കൊള്ളുന്നുണ്ട്. അത് പാർട്ടി ചർച്ച ചെയ്തിട്ട കാര്യത്തിൽ ഉചിതമായ തീരുമാനം എന്ന് പറഞ്ഞു. അത് പാർട്ടിക്കുള്ളിൽ ചർച്ചാ വിഷയമായി. പാർട്ടിക്കുള്ളിൽ ചർച്ചാ വിഷയമായെന്നുള്ള കാര്യം പാർട്ടി ജനറൽ സെക്രട്ടറി സാഹബ് പ്രകാശ് കാരാട്ട് തന്നെയാണ് പറഞ്ഞത്. MA ബേബി ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റപ്പോൾ തൻ്റെ അസംബ്ലി മണ്ഡലത്തിലും പുറകോട്ട് പോയ ഒരു പശ്ചാത്തലത്തിൽ MLA സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അഭിപ്രായം പാർട്ടിയിൽ പറഞ്ഞു. അത് ഞാൻ വെളിപ്പെടുത്തിയില്ല ഒരിക്കലും. അത് പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടാണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാനും പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം ശരിയല്ല, ഞാനങ്ങനെ രാജിക്ക് ഒരുങ്ങിയിരുന്നില്ല എന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് പാർട്ടി ചർച്ച ചെയ്തിട്ട് പാർട്ടി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അവിടെ അസംബ്ലി മണ്ഡലത്തിലും പുറകോട്ട് പോയി എന്നുള്ളത് 5 വർഷം നിങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് ഇല്ലാതായി. അതുകൊണ്ട് നിങ്ങൾ അവിടെ തുടരുകയാണ് പാർട്ടി ചർച്ച ചെയ്തിട്ടാണ്. അത് ഞാൻ അംഗീകരിച്ചു. നിയമസഭയിൽ പലപ്പോഴും ഞാൻ പങ്കെടുക്കാറില്ല. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറായതിനു ശേഷം മറ്റു പല സംസ്ഥാനങ്ങളിലെയും ചുമതലകൾ വരുമ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭയിൽ ആദ്യത്തെ 1 ദിവസം പോകാതിരുന്നത് ഞാൻ ബോധപൂർവം മാറി നിൽക്കുകയാണ് എന്നുള്ള തരത്തിൽ മാധ്യമങ്ങൾ ആകെ ഞാൻ 3-4 ദിവസമാണ് നിയമസഭയുടെ ആദ്യത്തെ ദിവസം. അതിനുശേഷം ഞാൻ നിയമസഭാ സെഷനിൽ പങ്കെടുക്കും. കെ എം മാണിയുടെ സമരത്തിൽ ആ പ്രശ്നത്തിൽ CPM ഭയങ്കരമായ സമരം ഉണ്ടായി. പക്ഷേ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമായിരുന്നു +2 അഴിമതി കേസായിട്ട് ലീഗിന്റെ പേരിൽ വന്ന സാധനം. അവിടെയും ഈ പറഞ്ഞ സാർ നേരത്തെ പറഞ്ഞ ഒരു മാണിയെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായിരുന്നു. ഒരു പാർട്ടീനെ അല്ലെങ്കിൽ UDF നിൽക്കുന്ന ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ലീഗിനെ എങ്ങനെയെങ്കിലും മാറ്റാനാണോ അതോ ആ സമരത്തിൻ്റെ ഒരു ശക്തി ഒട്ടും ഉണ്ടായിട്ടില്ല? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? +2 അഴിമതിയുമായി ബന്ധപ്പെട്ട് അധ്യാപക സംഘടന അതുപോലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തമായ പ്രതിഷേധവും സമരങ്ങളും നടത്തിയിരുന്നു. എന്നാൽ +2 കോഴയുടെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ കൂടുതൽ തീവ്രമായ സമരം ആ പ്രശ്നത്തിൽ തുടർന്ന് നടത്തേണ്ടതുണ്ട് എന്ന് തങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്. ആ അർത്ഥത്തിൽ ആ ചോദ്യം ശരിയുമാണ്. കൂടുതൽ തീവ്രമായി +2 കോഴയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സമരം ഉയർന്നു വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും
വിദ്യാർത്ഥി യുവജന സംഘടനകളും അധ്യാപക സംഘടനകളും അക്കാര്യം ശ്രദ്ധിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം ലീഗ് വളരെ നിരുത്തരവാദപരമായ അഴിമതികളാണ്. ഉത്തരവാദിത്വപൂർണമായ അഴിമതി ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത അഴിമതിയാണ്. വിദ്യാഭ്യാസ മേഖലയായ കുത്തഴിഞ്ഞ ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അതിനെതിരായിട്ട് അതിശക്തമായ സമരം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കും. മുസ്ലിം ലീഗുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ കൂട്ടുകെട്ടോ നീക്കുപോക്കോ ഉണ്ടാക്കുക എന്നുള്ളത് CPIM-ൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെയോ ഒരിക്കലും വിഷയമേ അല്ല. കടുത്ത വർഗീയ സമീപനവുമായിട്ടാണ് മുസ്ലിം ലീഗ് അതിന്റെ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ അഴിമതി എന്ന് പറഞ്ഞാൽ +2 അഴിമതി മാത്രമല്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇഫ്താർ പാർട്ടി നടത്തിയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചെലവിൽ എഴുതാൻ വേണ്ടി ശ്രമിച്ചയാളാണ്. അത് കണ്ടുപിടിക്കപ്പെട്ടു, തുറന്നു കാണിക്കപ്പെട്ടപ്പോൾ ആ പൈസ ഞാൻ അടച്ചോളാം എന്നുകൊണ്ട് അദ്ദേഹം പൈസ അടയ്ക്കുകയാണ്. അതേനകത്ത് ഇഫ്താർ പാർട്ടിയുടെ ചെലവ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചെലവിന്റെ കണക്കിൽ വന്നതാണ്. മാധ്യമങ്ങൾ തന്നെ അത് പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള അഴിമതിയാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നേതൃത്വത്തിൽ നടക്കുന്നത്. ധനകാര്യമന്ത്രിയുടെ വകുപ്പ് മാത്രമല്ല, KM മാണിയുടെ വകുപ്പിൽ മാത്രമല്ല, എല്ലാ മന്ത്രിമാരുടെയും വകുപ്പ്, വ്യവസായ വകുപ്പ്, കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പ്, വലിയ അഴിമതിയാണ് അവിടെ നടക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലും അതുപോലെ തന്നെയാണ്. ഈ അഴിമതിക്കെല്ലാം എതിരായി CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. സാർ പല പ്രാവശ്യം ലണ്ടനിൽ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തിനുള്ളിൽ. ഇവിടെ മലയാളികൾ അറിയാം, സാധാരണ ഇപ്പോൾ നേരത്തെ പറഞ്ഞു വർക്കേഴ്സ് യൂണിയൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മലയാളികൾ ഇവിടെ അധികവും പല അസോസിയേഷനുകളും ഒക്കെ ബന്ധപ്പെടുന്നു. പ്രവാസി എന്ന നിലയിൽ സാധാരണഗതിയിൽ ഈ മലയാളികളെല്ലാം ഇവിടെ കേരളത്തിൽ നിന്ന് അറിയാം, സാധാരണ കേരളത്തിൽ നിന്ന് പുറത്ത് വന്നാൽ എല്ലാവരും നന്നായി ജോലി ചെയ്യുന്ന കുറിച്ച് പറയാം. ഇവിടെ അറിയാം, ഒരാൾ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ പറയണ്ടേ കൊച്ചിനെ കൈമാറാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു, മാറിയിട്ട് വേണമെന്ന് എനിക്ക് വരാൻ. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഈ അവസരത്തിൽ ശരിക്കും മലയാളികളോട്, പ്രവാസികളോടും കേരളത്തിലുള്ള മലയാളികളോടും സാറിന് എന്താ ഒരു സന്ദേശം പറയുന്നത്? മലയാളി കേരളത്തിന് പുറത്തു പോകുമ്പോൾ മാത്രമല്ല നന്നായിട്ട് അധ്വാനിക്കുന്നത്, കേരളത്തിൽ നന്നായിട്ട് മലയാളം അധ്വാനിക്കുന്നുണ്ട്. പിന്നെ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ വലിയൊരു സമരമാണ്. കാരണം സ്വന്തം ജീവിതവും സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ വേണ്ടി ഒരു തൊഴിലെടുക്കുന്നത് ഒരു സമരം പോലെയാണ്. അവിടെ വിജയിച്ചേ പറ്റൂ. നാട്ടിലാകുമ്പോൾ കുറച്ചും കൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം. പുറത്തു പോകുമ്പോൾ അങ്ങനെയല്ല, വലിയൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലൈഫാണ്, വളരെ ഒരു കടുത്ത മത്സരമാണ് പുറത്തോരോടൊപ്പം. അതിൽ മലയാളി അഭിമാനകരമായ വിജയം കൈവരിക്കുന്നുണ്ട്. ഇന്ത്യക്കും കേരളത്തിനും അഭിമാനം പകരുന്ന വിധത്തിലാണ് മാതൃകാപരമായി 99% മലയാളികളും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിതം കണ്ടെത്താൻ, ജീവിതത്തിന് സുരക്ഷിതത്വം നൽകാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിനിടയ്ക്കും മലയാളിയുടെ ഭാഷയും മലയാളിയുടെ സംസ്കാരവും കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മലയാളി അസോസിയേഷനുകൾ രൂപീകരിച്ചുകൊണ്ട് ജനാധിപത്യ മതേതര പുരോഗമന മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന കൂട്ടായ്മകൾ രൂപപ്പെടുത്തിക്കൊണ്ട് മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തെയും കാത്തുസൂക്ഷിക്കാൻ മലയാളികൾ മാതൃകാപരമായി കേരളത്തിന് പുറത്തും ലോകത്തിൻ്റെ ഏത് കോണിലും ശ്രദ്ധിക്കുന്നുണ്ട്. അത്തരം സംരംഭങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ആശംസകളും നേരുന്നു. 61ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരത്തെ തന്നെ